ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ കാണുന്നത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. യൂട്യൂബിലാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ്. അപ്പോൾ ആ കപ്പ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടുപോകാം. അപ്പോഴത്തേക്ക് എത്തിയട്ടെ. അപ്പോൾ നമ്മൾ കപ്പയും പിന്നെ ചിക്കനും നന്നാക്കി കേട്ടോ. അമ്മയാണ് ഇത് നന്നാക്കുന്നത്. ഞാൻ അപ്പുറത്തായിരുന്നു കേട്ടോ, TV ആയിരുന്നു. അമ്മയാണ് ഹാൻഡിൽ ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അവൻ മെയിൻ്റെ അകത്തേക്ക് നമ്മൾ കപ്പയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് നമുക്ക് ഇനി അടച്ച് വെച്ച് വേവിക്കട്ടോ. 2 വിസില്. നമ്മളിനി ചിക്കൻ വേവിക്കാൻ പോവാണ്. നമുക്ക് ഫസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിൻ്റെ അതേ കുറച്ച് ജീരകം ഇട്ടാട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതെന്തൊക്കെയാന്ന് വെച്ചാല് ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവിടെ അരച്ചാട്ടോ മിക്സിയിലിട്ട്. ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൂത്തിട്ട് അപ്പൊ അമ്പക്ക് ഈ ഒരു ഉള്ളി വേഗം വാട്ടിക്കിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉപ്പ് നോക്കിയിട്ട് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഇടാം. രണ്ട് തക്കാളിയാണ് നമ്മൾ അരിഞ്ഞിട്ടത്. അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ചിക്കനും കൂടെ ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് അത് വേവിക്കുക. ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അരി വെക്കട്ടെ. നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമുക്ക് ഇത് ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കാം. അപ്പൊ കുക്കറിന് വിസിൽ വന്നിട്ടോ. കപ്പ വെന്തിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ചും കൂടി നേരം ഇത് വേവിക്കണം. തേങ്ങ വറുത്തിട്ട് കുറച്ച് ചിക്കനിലേക്ക് ഇടണം. അപ്പൊ നമുക്കിത് വറക്കട്ടോ.
പിന്നെ കുറച്ച് തേങ്ങാക്കൊത്താക്കി വെച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് തന്നെയാ കേട്ടോ. അപ്പൊ നമുക്ക് വറക്കാം. അപ്പൊ നമുക്ക് തേങ്ങ വറക്കാൻ വേണ്ടി പാൻ വെക്കാം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഈ മുഴുവൻ തേങ്ങയും നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കാം. ഇമ്പൊക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സാമ്പാറിനൊക്കെ വറക്കുമല്ലോ തേങ്ങ, അതുപോലെ ഇത് നല്ല ചുവന്ന നിറത്തില് ഈ ഒരു തേങ്ങ നമുക്ക് വറക്കണം. ഇതെന്താന്ന് വെച്ചാല് കരുവേപ്പില സർവ്വസുഗന്ധിയാണ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫസ്റ്റ് സർവ്വസുഗന്ധി ഇട്ട് കൊടുക്കാം. കരുവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മതി തേങ്ങ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഈ തേങ്ങ എടുക്കട്ടോ. നമുക്ക് ഉണ്ടാക്കി വെച്ച ചിക്കനിലേക്ക് ഈ ഫുള്ള് കപ്പട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കളയാം. അപ്പൊ ഇതാ ചിക്കൻ വെന്തുണ്ട്. ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ തീരെ വെള്ളം ഒഴിച്ചില്ല കേട്ടോ. അപ്പൊ ഇനിമ്പക്ക് അതിലേക്ക് കപ്പട്ട് കൊടുക്കാം. ആ കപ്പ ഫുള്ളായിട്ടൊന്ന് ഇട്ടെടുക്കട്ടോ. ഇനി നമ്മൾ വറുത്ത തേങ്ങയും വറുത്ത ആ ഒരു തേങ്ങ നമ്മൾ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു കപ്പയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പം അച്ഛൻ വന്നിട്ടാട്ടോ ഇളക്കുന്നത്. ഞങ്ങൾ ഇളക്കി അത് ഫുള്ള് താഴത്തേക്ക് പോകും. അച്ഛനാണ് അതിനെ കൊണ്ട് ഇളക്കുന്നത് കേട്ടോ. അപ്പം അത് നല്ലോണം അച്ഛൻ ഉടച്ച് ആ ഒരു പരുവത്തിലാക്കി. നല്ല രസമുണ്ട് കാണാൻ തന്നെ. സൂപ്പറാണ്, കണ്ടാൽ തന്നെ തോന്നും കേട്ടോ. ഇനി ഞാൻ എന്താ കപ്പയൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.